ഹലോ ഗൈസ്, നമുക്ക് ഇന്നത്തെ ഒരു വീഡിയോയിലേക്ക് പോയാലോ. ഞാൻ സിമ്പിളായിട്ട് വെക്കാൻ പറ്റിയ ഒരു ബിരിയാണി റെസിപ്പിയാണ് കാണിക്കുന്നത്. ആദ്യം തന്നെ കുറച്ച് ചിക്കനിലേക്ക് ഉപ്പ്, മഞ്ഞൾ, മുളക് മൂന്നും കൂടി നേരിയ രീതിയിൽ മാഗ്നേറ്റ് ചെയ്തിട്ട് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കുക. ആ സെയിം എണ്ണയിലേക്ക് തന്നെ ഒരു 4 മീഡിയം സൈസ് വലിപ്പമുള്ള സവാള നേരിയതായിട്ട് അരിഞ്ഞ് അത് ഉപ്പിട്ട് നന്നായിട്ട് വഴന്ന് വന്ന ടൈമിൽ നമുക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് മൂന്നും കൂടി ഇട്ടിട്ട് ക്രഷ് ചെയ്തിട്ട് അതിലേക്ക് ആഡ് ചെയ്യുക. ഈ ഇത്ര മിക്സും കൂടി നന്നായിട്ട് മൊരിഞ്ഞ് വരണം. അതിന് ശേഷം നമുക്കൊരു 2 മീഡിയം സൈസ് തക്കാളി അതും കൂടിയിട്ട് നന്നായിട്ട് കുത്തി ഉടച്ച് വഴറ്റിയെടുക്കുക. അതിനുശേഷം ഇതിലേക്ക് കുറച്ച് ഗരം മസാലപ്പൊടി, വേണമെങ്കിൽ കുറച്ച് കുരുമുളക് പൊടി, പിന്നെ മഞ്ഞൾപ്പൊടി, ഈ 3 മസാല മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ ഈ ഒരു ബിരിയാണിക്ക്. അങ്ങനെ ഇതെല്ലാം കൂടി ഒന്ന് വെയിറ്റ് ചെയ്ത് എണ്ണ തെളിഞ്ഞ് വന്നവരെ വെയിറ്റ് ചെയ്യാം. അതിനുശേഷം ഒരു 1/4 കപ്പ് തൈര് ഞാനൊന്ന് സ്പൂൺ വെച്ചൊന്ന് മിക്സാക്കി ഇടുന്നുണ്ട്, കട്ടകൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. സോ അതെല്ലാം കൂടിയിട്ട് മിക്സാക്കി ഒന്ന് മസാല ഒന്ന് വേകാനൊരു 2-3 മിനിറ്റ്സ് ഒരു ലോ ഫ്ലെയിമിൽ കിടക്കട്ടെ. അങ്ങനെ അതിന് വെന്തതിന് ശേഷം കുറച്ച് ഫ്രൈഡ് ഓണിയൻ നമുക്ക് മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. അതും കൂടി മിക്സ് ചെയ്ത് അതിലേക്ക് മാറ്റി വെച്ച ചിക്കൻ ആയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കാം. അതിലേക്ക് ഞാൻ ഒരു 1/4 ഗ്ലാസ് വെള്ളം കൂടി ആഡ് ചെയ്തിട്ട് ഒരു ഗ്രേവി ടൈപ്പ് ആക്കുന്നുണ്ട്. ഈ ടൈമിൽ നമുക്ക് വേണമെങ്കിൽ മല്ലിച്ചീര, പുതിന, കറി ലീഫ് ആവശ്യമുള്ളതൊക്കെ ഇട്ട് കൊടുക്കുക. ഞാൻ കറി ലീഫ് മാത്രമേ ഇടുന്നുള്ളൂ, മല്ലിച്ചീര ഉണ്ടായില്ല. സോ ഇതെല്ലാം കൂടി ഇട്ടിട്ട് ദം ചെയ്യണ പാത്രത്തിലേക്ക് മാറ്റി അതിൻ്റെ മുകളിൽ കുറച്ച് ഗരം മസാലപ്പൊടിയും കൂടി ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ സാധാ നെയ്ച്ചോറ് ദം ചെയ്യാൻ വേണ്ടി ഒരു 2-3 ലെയർ ഞാൻ ഇതേപോലെ ചെയ്തെടുക്കുന്നുണ്ട്. മുകളിൽ കുറച്ച് നല്ല നെയ്യും പിന്നെ ഗരം മസാലപ്പൊടി ഈ ചോറിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ലൊരു ഫ്ലേവർ, അത് ദമ്മ് പൊട്ടിക്കുമ്പോൾ നല്ലൊരു സ്മെല്ലും കിട്ടും. സോ ഇത്രേ ഉള്ളൂ, സിമ്പിളായിട്ട് വെക്കാൻ പറ്റിയ ബിരിയാണി റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് അറിയിക്കുക.